എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നെയ്യൊക്കെ തെളിഞ്ഞ് കിടക്കുന്ന നമ്മുടെ മീൻ കറിയാണ്. അത് തിരുത കറി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണിച്ചു തരാം. അപ്പോൾ രാത്രിയായപ്പോൾ 2 തിരുത വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മീനാണ്. അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ കറി വെക്കുകയാണ് ചെയ്യണത്. മീൻ എത്ര പാതിരിയായിട്ട് കിട്ടിയാലും ഞാൻ അതപ്പം തന്നെ കറി വെക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഒട്ടും പറ്റാത്തൊരു സാഹചര്യത്തിലൊക്കെയാണ് മീൻ പിന്നെ ഇവിടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലൊക്കെയാണ് അത് ഫ്രിഡ്ജിലേക്ക് കയറി പോകുള്ളൂ. അപ്പോൾ നമ്മൾ പൊരിക്കാനുള്ളതും കൂടി ഒന്ന് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പൊരിക്കാനുള്ളതിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല എല്ലാ ഭാഗത്തും മീനിൽ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഇതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിൽ ചേർക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ആ മസാലകളൊക്കെ തന്നെ വെച്ചിട്ട് നമ്മൾ വേഗം തന്നെ മസാല മീനിൽ തേച്ച് കൊടുത്തിട്ട് ഒന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കറി വെക്കുന്ന ആ ഒരു ടൈം വരെ ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ. കറി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എന്തായാലും ഇതിൽ മസാല ഒന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വലിയ മീനുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് വിറകടുപ്പിൽ കറി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ. മിക്ക മീനുകൾ എപ്പോഴും നമ്മൾ മാക്സിമം എല്ലാ മീനും വിറകടുപ്പിൽ തന്നെ കറി വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് വരാം. അപ്പോൾ ഇത് ഈ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് സാദാ മുളക് പൊടിയും കൂടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മല്ലിപ്പൊടി എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഒരു അളവ് വെച്ചിട്ടല്ല, എനിക്കെല്ലാം കൈയളവാണ്. അതായത് ഈ സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇത്രയും ഇതിൽ ചേർക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു അളവിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ഇത്ര ടീസ്പൂൺ ഇത്രയെന്ന് പറയാൻ എനിക്ക് കിട്ടാറില്ല. ഞാനത് ചേർക്കുന്നത് കറക്റ്റായി വരാറുമുണ്ട്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം, ആ മസാലകളൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വേപ്പില നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് ഇരിക്കുന്നുണ്ട്. ആ ഉള്ള വേപ്പില മാത്രമേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാനിപ്പോൾ കുറച്ചുകൂടി വേപ്പില ഇട്ടാൻ രാത്രി പുറത്തിറങ്ങി പൊട്ടിക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലിപ്പോൾ വേപ്പില ചേർക്കുന്നില്ല. ആ മസാല ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കുടപ്പുളിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി, പച്ചമുളക്, വേപ്പില. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലുള്ള കുറച്ച് വേപ്പില ഉണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഈ വലിയ മീനൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ അത് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇതിൽ നമ്മൾ അത്യാവശ്യം ഉപ്പും പുളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കറി വെച്ചൊരു മണിക്കൂറൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അത് കഴിക്കുക. അപ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 10-15 ഉള്ളി അല്ലെങ്കിൽ 20 ഉള്ളി എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതും കൂടി നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ തീരാണ്. അതായത് കറി നമ്മൾ അത്രയും നമ്മളിത് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ച്, അപ്പോൾ രാത്രിയാണ് നമുക്ക് മീൻ കിട്ടിയത്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കറിയുടെ സ്ട്രക്ചർ തന്നെ അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ തിരുതക്കറി. അപ്പോൾ ഈ രീതിയിലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വെറുതെ പറയല്ല, നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചതിന് ശേഷമാണ് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം.